പ്രിയമുള്ളവരെ നമസ്കാരം. തമിഴ്നാട് വാർത്തയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതിനൊക്കെ കാര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ നമ്മൾ ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം വളരെ ഒരുമയോടുകൂടി പരസ്പരം ബഹുമാനിച്ച്, ആചാരങ്ങളെ ബഹുമാനിച്ച്, വിശ്വാസങ്ങളെ ബഹുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നവരാണ്. ആഘോഷങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും ഓണമായാലും നമ്മൾ ഒരുമിച്ചാണ് ആഘോഷങ്ങളെല്ലാം ആഘോഷിച്ചു പോകുന്നത്. അപ്പോൾ ഈ അടുത്തിടെ മതമൈത്രിയെ തകർക്കാനായിട്ട് ചിലർ ശ്രമിക്കുന്നു എന്നൊരു സംശയം. അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ഓക്കെ, അപ്പം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു മതത്തിൻ്റെയോ വക്താവായിട്ടല്ല ഇതിൽ സംസാരിക്കുന്നത്. കോമൺ ആയിട്ട് ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യത്തിൽ ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ജസ്ന സലീം, ആ സഹോദരി അവിടെ വന്നു, കണ്ണൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ചു. പല സെലിബ്രിറ്റീസിനും നേതാക്കന്മാർക്കും ഒക്കെ അവർ കൊടുത്തു. അതൊക്കെ സെയിൽ ചെയ്തു. കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കൊന്നല്ല, കേരള ജനതയ്ക്ക് മൊത്തം. അപ്പോൾ ഓരോരോ ആരാധനാലയങ്ങളിലും ആചാരങ്ങളും വിശ്വാസങ്ങളും എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ഇപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കും, ചില സ്ഥലത്ത് നോൺ വെജ് ആയിരിക്കും. അപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടക്കിൽ നിന്ന് കേക്ക് മുറിക്കുക, അത് സംരക്ഷണം ചെയ്യുക, ഓടക്കുഴൽ താളമില്ലാത്ത രീതിയിൽ വായിക്കുക, അത് സംരക്ഷണം ചെയ്യുക, പിന്നെ അങ്ങനെയുള്ള അതിൻ്റെ ഫ്രണ്ടിൽ ആരൊക്കെയോ ആയിട്ട് ചീത്തവിളി നടത്തുക, അത് സംരക്ഷണം ചെയ്യുക. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഈ അടുത്തിടപ്പെട്ടു. അപ്പോൾ പൊന്നു സഹോദരി, ഞാൻ വളരെ സ്നേഹത്തോടു കൂടി പറയുന്നു, നിങ്ങളെയും നിങ്ങളെ ചിത്രങ്ങളെയും ഒക്കെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കണ്ണൻ്റെ ചിത്രങ്ങളാണ്. നിങ്ങൾ അടുത്തിടെ എന്തോ കേസിലൊക്കെ അകപ്പെടുകയോ ആത്മഹത്യാ ശ്രമം നടത്തുകയൊക്കെ ചെയ്തു. അന്നേരവും വളരെ സഹതപിച്ച വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം നിങ്ങളുടെ ആക്ടിങ്ങും അവിടുത്തെ ഇടപെടലും അവിടുത്തെ രീതിയൊക്കെ വളരെ ഓവറാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ മര്യാദകളെ പാലിക്കണം, അവിടുത്തെ ആചാരവിശ്വാസങ്ങളെ പാലിക്കണം. ഏത് ആരാധനാലയത്തിൽ പോയാലും അത് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ തന്നെ വാവൂരുപള്ളിയിൽ പോകുന്നു, വാവൂരുപള്ളിയിൽ പോയി എല്ലാ മതസ്ഥരും പോയി അവിടെ പോയി ധ്യാനിക്കുന്നു. അതിനുശേഷം ശബരിമലയിലോട്ട് പോകുന്നു. അതേപോലെ നമ്മൾ വെട്ടുകാട് പള്ളിയിൽ പോകുന്നു. വെട്ടുകാട് പള്ളിയിൽ പോയാൽ അവിടെ പോയി നമ്മൾ അവിടുത്തെ ആരാധനയിൽ പങ്കെടുക്കുന്നു. അതേപോലെ മുത്തപ്പൻ്റെ അമ്പലത്തിൽ എല്ലാ മതസ്ഥരും വരുന്നു. അവിടുത്തെ ആരാധന ക്രമങ്ങളിൽ എല്ലാവരും പങ്കെടുക്കുന്നു. അപ്പോൾ പൊന്നു സഹോദരിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ആ ആചാരങ്ങളെയൊക്കെ മാനിച്ച് അവിടെ പോവുക, മതമൈത്രിയെ തകർക്കാതിരിക്കുക. ഇതിപ്പോൾ ഞാൻ എന്നെപ്പോലെ വിശാലമായി ചിന്തിക്കുന്ന കുറച്ച് പേരുള്ളത് കൊണ്ട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇത് പറയുന്നു. അപ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ള ജനങ്ങളാരും ചിലപ്പോൾ ഇത് ഉൾക്കൊണ്ടു എന്ന് വരത്തില്ല. അപ്പോൾ വളരെ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാം വളരെ സാഹോദര്യമായിട്ട് പോവുകയാണ്. ഒരു ചെറിയ ഒരു വിള്ളൽ പോലും എങ്ങും വരുത്തരുത്. അത് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അതിനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത്. ഓക്കെ, താങ്ക് യു. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.